ഹലോ മൈ ഡിയേഴ്സ്, ഐ ആം ഹിയർ ദിവ്യ സജിത്ത്. ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് ഏറ്റവും വലുതാണല്ലേ നമുക്ക് ജീവിതത്തിൽ. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് ചിന്തിച്ച് നോക്കി. ഈ ലോകത്ത് നമ്മൾ മാത്രം. നമ്മളെ അമ്മ എന്ന് വിളിക്കാനോ ചേച്ചി എന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ടായിട്ട് കാണാൻ ഒന്നും ആരുമില്ല. എങ്കിൽ പിന്നെ നമ്മൾ ലോകത്ത് ജീവിച്ചിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പം നമുക്ക് ഇവിടെ ജീവിച്ചു പോകുന്നതിന് കുറേ നല്ല ബന്ധങ്ങൾ നമുക്ക് ആവശ്യമാണ് കേട്ടോ. നല്ല ബന്ധങ്ങളെന്ന് ഞാൻ പറയാൻ കാരണം ക്വാളിറ്റിയുള്ള കുറേ നല്ല ബന്ധങ്ങൾ. അപ്പം നിങ്ങൾ ചോദിക്കാൻ ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരാളുടെ നിറത്തിലാണോ, ഒരാളുടെ സമ്പത്തിനെ അടിസ്ഥാനമാക്കിയാണോ? ഒന്നുമല്ല. നല്ല മനസ്സുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ നല്ല ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഏറ്റവും നല്ലതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടതോ അല്ലെങ്കിൽ നേടാൻ പോകുന്നതോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങളുടെ ബന്ധങ്ങളിൽ എവിടെയോ ഒരു പ്രോബ്ലം ഉണ്ട്, എവിടെയോ നിങ്ങൾ കുടുങ്ങിക്കിടക്കേണ്ട സ്റ്റക്നെസ് നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് മാത്രമല്ല കേട്ടോ. നമ്മുടെ റിലേഷൻഷിപ്പിനകത്ത് നമ്മുടെ പാരൻസ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഫ്രണ്ട്സ്, എല്ലാ സർക്കിളിൽപ്പെട്ടവരും നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. അപ്പം നമ്മൾ നല്ലൊരു ഗ്യാങ്ങിലാണ്, നമുക്ക് നല്ല ഒരു സുഹൃത്ത് വലയം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മികച്ചതായിട്ട് മാറാൻ നമുക്ക് സാധിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റും ഉണ്ടാകും. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുമായിട്ടും നമുക്ക് നല്ലൊരു ബോണ്ടിങ് കീപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. അതെന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ നമ്മൾ പല വ്യക്തികളുമായിട്ട് പല സാഹചര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആ ഇൻസിഡൻസ് ഒക്കെ നമ്മളെ മനസ്സിൽ വെച്ച് കീപ്പ് ചെയ്യാതെ, അത് കൊണ്ട് നടക്കാതെ നമ്മൾ അതിനെ ലെറ്റ് ഗോ ചെയ്യണം, വിട്ടുകളയുക. ഇപ്പോൾ നമ്മുടെ പാരൻസുമായിട്ടോ നമ്മുടെ ഇൻലോസുമായിട്ടോ ഒക്കെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട പല നല്ല കാര്യങ്ങളിൽ ഇതൊരു ചെറിയൊരു പ്രോബ്ലമായിട്ട് നമ്മുടെ ഉള്ളിൽ കാണും കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരോടും നിങ്ങൾക്കുള്ള പിന്നെ പ്രോബ്ലംസ് ആകട്ടെ, വ്യക്തികളാകട്ടെ, എന്തുമാകട്ടെ, അതിനോടൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ പറയുക. നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കുക, ഫർഗീവ്നെസ് കൊടുക്കുക. ഇപ്പം നിങ്ങളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയ കുറേ വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടാകാം. അപ്പോൾ അവരോടൊക്കെ നമുക്ക് എങ്ങനെയാണ് ക്ഷമിക്കാൻ കഴിയും? എല്ലാവരും ചോദിക്കുന്നതാണ്, പെട്ടെന്നൊക്കെ നമുക്ക് എങ്ങനെ ക്ഷമിക്കാൻ സാധിക്കുന്നു? അപ്പോൾ ആ വ്യക്തികൾ നമുക്ക് ചെയ്തു തന്ന നല്ല കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ അന്ന് അങ്ങനെയൊക്കെ മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാകാം നമ്മൾ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരു നിലയിലെത്തിയത്. അങ്ങനെ നിങ്ങൾക്ക് കാണാം. അപ്പം നല്ല കുറേ ഗുണങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ലൈഫ് ആവട്ടെ, പിന്നെ നമ്മുടെ ഫാമിലിയിലാവട്ടെ, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആലോചിക്കാം അതെന്തുകൊണ്ട് അങ്ങനെ ആയി, അതിൽ നിന്ന് കിട്ടിയ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഫർഗീവ്നെസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ വ്യക്തിയെ പോയി കാണണമെന്നോ അവരോട് നിങ്ങൾ ക്ഷമ ചോദിക്കണമെന്നോ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ആരോടാണോ ക്ഷമ ചോദിക്കേണ്ടത്, അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയായിട്ട് ചിലപ്പോൾ ഇപ്പോൾ വലിയ ബന്ധത്തിലൊന്നും ആയിരിക്കില്ല. അപ്പോൾ അവരുമായിട്ട് ഇനിയൊരു റീകണക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ചില വ്യക്തികൾ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, അവരുമായിട്ട് നമുക്ക് നല്ലൊരു റിലേഷനിൽ എപ്പോഴും മുന്നോട്ട് പോകണം, ആ വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അവരുടെ ഒരു പിക്ചർ, അവരുടെ ഒരു ഇമേജ് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളെ അറിവില്ലായ്മ കൊണ്ടും ചിലപ്പോൾ അന്നത്തെ ജീവിത സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ അവരോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാകാം. അപ്പം നമുക്ക് അവരോടൊക്കെ ഇങ്ങനെ ക്ഷമ ചോദിക്കുക. അപ്പം നമ്മളിങ്ങനെ കുറച്ച് സമയം കണ്ണുകൾ അടച്ചിരുന്നിട്ട് നമ്മൾ ആ ഇമേജ്, ആ മുഖം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. അപ്പം നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക? അവരോട് ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, നിങ്ങൾ വളരെ ഫീലോടുകൂടി നിങ്ങളത് പറയുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങൾ അവരോട് ക്ഷമിച്ചിരിക്കും. നിങ്ങളുടെ സ്വയത്തിനോട് നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാൻ കേട്ടോ. നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഉള്ളിനോട്, നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാം. ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളെയും സമാധാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്വയത്തിനോട് നിങ്ങൾക്ക് പറയാം ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടത് നല്ല ബന്ധങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ബന്ധങ്ങൾ എപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. നല്ല ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ആകാം, നമ്മുടെ പാർട്ട്ണർ ആകാം, നമ്മുടെ മക്കളാകാം,
നമ്മുടെ നല്ല ഫ്രണ്ട്സ് ആകാം, ചിലപ്പോൾ നമ്മൾ ഒരു യാത്രയിൽ പരിചയപ്പെട്ടൊരു വ്യക്തിയാകാം, ആരുമാകട്ടെ, ആരെങ്കിലുമായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ എപ്പോഴും കഴിയും. ആ നല്ല ബന്ധങ്ങളിലൂടെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, 1000-ലധികം കോണ്ടാക്ട്സ് നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ കോണ്ടാക്ട്സോടും നമ്മൾ എല്ലാ ദിവസവും കണക്റ്റ് ആണോന്നില്ല. ചിലപ്പോൾ ചില നിമിഷങ്ങളിൽ നമ്മളിങ്ങനെ ആലോചിക്കും, ഈ വ്യക്തിയെ വിളിച്ചാലോ, ഈ വ്യക്തിയോട് സംസാരിച്ചാലോ എന്നൊക്കെ. അപ്പം നമ്മുടെ ബന്ധങ്ങളിലുള്ളൊരു ആഴമാണത്. അത്രയും നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ നമുക്ക് സഹായിക്കണം, അത് നമുക്ക് സഹായകമാകും. അതുപോലെ നമ്മൾ ആരോടും എന്താ പറയുക, ആരോടും നമുക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമോ പിണക്കോ ദേഷ്യമോ ഒന്നും വേണ്ട. എല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനിരിക്കുക. നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ വേണ്ടത് നല്ല നല്ല ബന്ധങ്ങളാണ് കേട്ടോ. അപ്പോൾ നല്ല ബന്ധങ്ങളില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ, നമ്മൾ ഓരോ നമ്മുടെ ദിവസവും നല്ല നല്ല ബന്ധങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പുതിയ പുതിയ വ്യക്തികൾ നമുക്ക് ഡെയിലി പരിചയപ്പെടാൻ സാധിക്കുന്നു. അതൊക്കെ നമുക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ അതിനെ നിങ്ങൾ ഏറ്റവും നല്ലതായിട്ട് കാണുക കേട്ടോ. നമ്മൾ എങ്ങനെയാണ് നല്ലൊരു ബന്ധം നമ്മൾ കീപ്പ് ചെയ്യുക, അവർ ചിലപ്പോൾ എന്തെങ്കിലും നമ്മളെ സഹായിക്കുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചിരിയാകാം, ഒരു സന്തോഷം, അതൊക്കെയാണ് ലൈഫിൽ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, എപ്പോഴും നല്ല നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യാം കേട്ടോ. ആ റിലേഷൻഷിപ്പ് ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ ലൈഫിലെ ഏറ്റവും ലോങ് ലൈഫിൽ നമുക്ക് വേണ്ടത് നമ്മുടെ നല്ല റിലേഷൻഷിപ്പാണ്. നമ്മുടെ ലൈഫ് ഫുൾഫിൽ ചെയ്യാനും നമ്മുടെ ലൈഫിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ നല്ല നല്ല ബന്ധങ്ങൾക്ക് കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല നല്ല ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുക, കൈവിടാതെ അവരെ കൂടെ കൊണ്ട് നടക്കുക. എപ്പോഴും ലൈഫിൽ താങ്ങായിട്ടും തണലായിട്ടും ഒക്കെ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, തീർച്ച. I am your Divya Sajid from Divu's Happiness Hub. Thank you all. Love you all.